ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ ബിസിനസ് കമ്മ്യൂണിക്കേഷനിലെ 5th മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ടാണിത്. എന്താണ് ഗ്രൂപ്പ് ഡിസ്കഷൻ? അതായത് ഒരു പ്രത്യേക ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം വ്യക്തികൾ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ കൂടുതൽ കാണുന്നത് ഒരു വ്യക്തിനെ, അതായത് ജോലി സംബന്ധമായിട്ടൊരു വ്യക്തിനെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരം ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു വ്യക്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എത്രത്തോളം ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് സ്കില്ല്, അതുപോലെ ലീഡർഷിപ്പ്, ടീം വർക്ക്, ഇതൊക്കെ നമുക്ക് ആ ഒരു വ്യക്തിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിലയിരുത്താൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ, ഇപ്പോൾ 10 പേര് എന്ത് ചെയ്യുന്നു, ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നു. അപ്പോൾ ഈ 10 പേരെ എത്തിക്കൊണ്ട് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ടോപ്പിക് എന്ന് പറയുന്നത് വർക്ക് ഫ്രം ഹോമിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ചർച്ച ചെയ്ത് പറയാൻ പറയുന്നു. അപ്പോൾ ഇവിടെ ഓരോ വ്യക്തികളും അവരുടെ സ്കില്ല് പുറത്തെടുക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. പല വ്യക്തികളും പല പല കാര്യങ്ങൾ പറയുന്നു. അത് വെച്ച് ഈ ഒരു മാനേജേഴ്സിന് ഇവരുടെ ക്വാളിറ്റീസ് എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇതിനാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഇത് 2 രീതിയിലോട്ടാണ് വരുന്നത്. ഒന്ന് ഇൻഫോർമൽ ഗ്രൂപ്പ് ഡിസ്കഷനും അതുപോലെ തന്നെ ഫോർമലും. അപ്പോൾ ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഫോർമൽ ആയിട്ടുള്ള റൂൾസോ റെഗുലേഷൻസോ ഒന്നുമില്ല. ഒരു കമ്പനിയിലുള്ള സഹപ്രവർത്തകർ കൂടി ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു ഓർഗനൈസേഷനിലോട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ കൊണ്ടുവരിക. അപ്പോൾ അവർ വളരെ ഇൻഫോർമൽ ആയിട്ടായിരിക്കും അവിടുത്തെ ആ ഒരു ചാറ്റ് ഉണ്ടാകുന്നത്. പക്ഷേ ഫോർമൽ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ വളരെ ഫോർമൽ ആയിക്കൊണ്ട് ഭയങ്കര റൂൾസൊക്കെ പാലിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഡിസ്കഷനാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലോട്ട് ഒരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കുറേ ഫോർമൽ ആയിട്ടുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടക്കും. അതുപോലെ തന്നെ ഇപ്പോൾ MBAക്ക് കുട്ടികളെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവിടെയും ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കും. അപ്പോൾ ഇതാണ് ഫോർമൽ ഗ്രൂപ്പ് ഡിസ്കഷൻ. നെക്സ്റ്റ് പേർപ്പസ് ആണ്. അതായത് ഗ്രൂപ്പ് ഡിസ്കഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആക്സസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അതായത് ഒരു വ്യക്തിക്ക് തൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയുന്നുണ്ടോ, അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ഇവർ മനസ്സിലാക്കിയെടുക്കാനും, അതുപോലെ തന്നെ ടെസ്റ്റ് അനലിറ്റിക്കൽ ആൻഡ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ്, അതായത് പ്രശ്നം എന്താണെന്ന് ഡീപ്പായിട്ട് ആഴത്തിൽ അറിഞ്ഞിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ളൊരു സൊല്യൂഷന് ഇവർക്ക് മേക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നിവർ നോക്കുന്നു. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ആൻഡ് ടീം വർക്ക്, അതായത് ടീം സ്പിരിറ്റ് ഉണ്ടോ, അതായത് ഒരു കൂട്ടം ജനങ്ങളുടെ, ഒരു കൂട്ടം എംപ്ലോയീസിൻ്റെ കൂടി അവർക്ക് ടീം വർക്ക് ചെയ്യാനുള്ള ആ ഒരു കഴിവുണ്ടോ എന്നും, അതുപോലെ തന്നെ മറ്റുള്ള എംപ്ലോയീസിനെ നയിക്കാനുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ എന്നും ഇവർ ചെക്ക് ചെയ്യുന്നു. ദെൻ ഇവാലുവേറ്റ് അവയർനെസ്, അതായത് ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന വ്യക്തിയാണോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്സുകളാണ്. അതായത് നല്ലൊരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമുക്ക് പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെ? ഫസ്റ്റ്, പ്രിപ്പയർ ബിഫോർ ഹെഡ്, അതായത് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലോട്ട് പോകുമ്പോൾ കറണ്ട് അഫയേഴ്സ്, ബിസിനസ് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനത്തെ രാഷ്ട്രീയം, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ അവിടെ നിന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ അറ്റ് ദ സ്റ്റാർട്ട്, നമ്മളെ കൊണ്ട് കഴിയും, അതായത് ഗ്രൂപ്പ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ടോപ്പിക് തന്നാൽ ഫസ്റ്റ് ഒരാൾ തുടങ്ങണം. അപ്പോൾ നമുക്ക് ആ ഒരു ആത്മവിശ്വാസം ഉണ്ട്, ഈ ടോപ്പിക്ക് നമ്മളെ കൊണ്ട് കഴിയുമെന്നുണ്ടെങ്കിൽ അതിന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിക്കാണ്ട് ഒരു പോയിന്റ് പറയാം. നമുക്കതിനുള്ള കഴിവില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വ്യക്തികൾ എന്താണോ പറയണത് അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു പോയിന്റ് നമ്മൾ പറയാം. അതുപോലെ തന്നെ ഡിസ്കഷൻ്റെ സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു വ്യക്തി പറയുന്നതിൻ്റെ ഇടയിൽ കയറി ഒരിക്കലും അതിന് റെസ്പോൺസ് ചെയ്യാൻ പാടില്ല. അയാൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അവിടെ പറയാനുള്ളൊരു വോയിസ് ഉള്ളൂ. അതുമാത്രമല്ല, അയാൾ പറയുന്ന ആ ഒരു പോയിന്റിനോട് നമ്മൾ യോജിക്കണില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ തർക്കിച്ചൊന്നും പറയാൻ പാടില്ല. ലൈക്ക് നിങ്ങൾ പറയുന്ന പോയിന്റ് ശരിയാണ്, എന്നിരുന്നാലും എൻ്റെ പോയിന്റ് ഇങ്ങനെയാണ്, ആ ഒരു ടോണിൽ വേണം, ആ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ അവിടെ ഒരു സെൻറ്റൻസ് പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈസി ആയിട്ടും സിമ്പിളായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് വേണം ഡിസ്കഷനിൽ പറയാൻ വേണ്ടിയിട്ട്. മറ്റുള്ളവരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ പറയാൻ പാടില്ല. അതുപോലെ തന്നെ കുറേ വലിച്ച് പറയരുത്, കണ്ടന്റ് സിമ്പിളാക്കി പറയണം. അതുപോലെ തന്നെ നമുക്ക് തന്ന ടോപ്പിക്കിൽ നിന്നും വിട്ടുമാറി നിൽക്കാൻ പാടില്ല. അത് പറഞ്ഞ് വേറെ ടോപ്പിക്കിലോട്ട് പോകാൻ പാടില്ല. നമുക്ക് തന്ന ടോപ്പിക്കിൽ സ്റ്റേബിളായി തന്നെ നിൽക്കുക.
ദ നെക്സ്റ്റ് പോയിന്റ് ഡെമോൺസ്ട്രേറ്റ് അനലിറ്റിക്കൽ സ്കിൽസ്. അതായത് നമ്മൾ സ്കിൽസൊക്കെ വർദ്ധിപ്പിച്ചെടുക്കുക. അതായത് അവിടെ നടക്കുന്ന പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയത് ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് ക്രിട്ടിക്കൽ തിങ്ക് ചെയ്തുകൊണ്ട് അതിന് ആപ്റ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ് കൊണ്ടുവരിക. ദെൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതായത് മെമ്പേഴ്സുമായിട്ട് ഗ്രൂപ്പ് ഡിസ്കഷനിലുള്ള വ്യക്തികളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഐ കോൺടാക്ട് ചെയ്യണം. അവരുടെ മുഖത്ത് നോക്കിയാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ലിസൺ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഗസ്റ്റേഴ്സൊക്കെ യൂസ് ചെയ്യണം. ഇതൊക്കെ ഈ ഐ കോൺടാക്റ്റും ഗസ്റ്റേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളൊരു ഫീൽ അത് തോന്നിപ്പിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സ്റ്റെപ്സ് എന്ന് പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് ഡിസ്കഷനിൽ പെർഫോം ആയിട്ട് വെൽ ചെയ്യാനുള്ള സ്റ്റെപ്സുകൾ. നെക്സ്റ്റ് എവല്യൂഷൻ ക്രൈറ്റീരിയ. അതായത് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിങ്ങളെ എങ്ങനെയാണ് അവർ വിലയിരുത്തുക. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ പോയിന്റ് ഇട്ട് നോക്കുന്നു. ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. നമുക്ക് ആ ഒരു സ്കില്ല് നമ്മൾ മറ്റൊരാൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നോക്കുന്നു. ദെൻ ടീം ബിഹേവിയർ. അതായത് ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അതിനെ അടിസ്ഥാനമാക്കി നമ്മൾ എവല്യൂഷൻ ചെയ്യുന്നു. ദെൻ ക്രിയേറ്റിവിറ്റി. അതായത് നമുക്ക് ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസുകളോ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്കില്ലുകളോ ഒക്കെ ഉണ്ടോ നോക്കുന്നു. അങ്ങനെയൊക്കെ ഒരു വ്യക്തിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും ഗ്രൂപ്പ് ഡിസ്കഷൻ വഴി. ദെൻ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ചെയ്യാൻ പാടില്ലാത്ത മിസ്റ്റേക്കുകൾ. അമിതമായിക്കാണ് നമ്മൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. ദെൻ ഒന്നും മിണ്ടാതിരിക്കാനും പാടില്ല. മറ്റുള്ളവർ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി നമ്മളൊരു കാര്യം സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ദേഷ്യത്തോടെ പെരുമാറാൻ പാടില്ല. അപ്പോൾ ഇത്തരം മിസ്റ്റേക്സ് ഒന്നും ചെയ്യാനില്ല. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് സ്റ്റേജ് ആങ്കറിങ്. അതായത് ഒരു പരിപാടിയുടെ സ്റ്റേജിൽ നിന്നുകൊണ്ട് ആ ഒരു സ്റ്റേജിനെ കൺട്രോൾ ചെയ്യുകയും അവിടെയുള്ള ഓഡിയൻസിൻ്റെ ഫോക്കസ് ഫുള്ള് സ്റ്റേജിലോട്ട് കൊണ്ടുവരികയും അതുപോലെ തന്നെ ആ സ്റ്റേജ് എൻ്റർടൈൻ ആക്കുകയും അതുപോലെ തന്നെ സ്റ്റേജ് ഫുള്ള് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുകയും ആ സ്റ്റേജ് എല്ലാ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തുകൊണ്ട് അവിടെ നിൽക്കുന്ന ആ ഒരു വ്യക്തിനെയാണ് എന്ത് ഹോസ്റ്റർ അല്ലെങ്കിൽ ആങ്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആങ്കറുടെ ജോലി എന്ന് പറഞ്ഞാൽ സദസ്സിനെ അതായത് ഓഡിയൻസിൻ്റെ ഫുൾ ഫോക്കസ് സ്റ്റേജിലോട്ട് കൊണ്ടുവരികയും റെസ്പോൺസിബിലിറ്റിയോട് കൂടിയിട്ട് ആ ഒരു സ്റ്റേജ് നയിച്ചു കൊണ്ടുപോവുകയും ചെയ്യലാണ് എന്ത് ഒരു ആങ്കറിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സ്റ്റേജ് ആങ്കറിങ്. നെക്സ്റ്റ് സ്റ്റേജ് ആങ്കറിങ്ങിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഫസ്റ്റ് വെൽക്കമിങ് ദ ഓഡിയൻസ്. അതായത് ഫസ്റ്റ് ആ ഒരു ആങ്കർ തൻ്റെ പേര് പറഞ്ഞുകൊണ്ടും തുടങ്ങണം. അതുപോലെ തന്നെ തൻ്റെ മുമ്പിലിരിക്കുന്ന ഓഡിയൻസിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം എന്ത് ആ ഒരു ഷോ തുടങ്ങാൻ വേണ്ടിയിട്ട്. ദെൻ ഇൻട്രൊഡ്യൂസിങ് സ്പീക്കേഴ്സ്. അതായത് ഇന്നത്തെ ഈ ഒരു ഷോയിൽ ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്, എന്ത് ടോപ്പിക്കാണ് സംസാരിക്കാൻ പോകുന്നത്, അതുപോലെ തന്നെ അവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഫുൾ വിവരിച്ചു കൊടുക്കണം. അതിനുശേഷം എൻഗേജിങ് ദ ഓഡിയൻസ്. ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിലോട്ടായിരിക്കണം ഈ ഒരു ആങ്കറിൻ്റെ പ്രവർത്തികൾ. അതായത് കഥകൾ പറഞ്ഞുകൊണ്ടും കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിട്ട് അവർ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കണം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് മാനേജിങ് അൺഫോർസീൻ സിറ്റുവേഷൻസ്. അതായത് പെട്ടെന്ന് എന്തെങ്കിലും ടെക്നോളജിക്കൽ ഇഷ്യൂസ് കാണുമ്പോൾ ഓൾറെഡി ഓഡിയൻസ് പാനിക് ആയിക്കാരം. പക്ഷേ ഈ സ്റ്റേജ് ആങ്കർ പാനിക് ആവാതെ ആ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിലോട്ട് ഹാൻഡിൽ ചെയ്യണം. പിന്നത്തെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കൺക്ലൂഡിങ് ഇവൻറ്റ്. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ സ്പോൺസറിൻ്റെ പേരിൽ നന്ദി പറയുക. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ സ്പീച്ച് ചെയ്യാൻ വന്ന വ്യക്തികൾക്ക് വേണ്ടി നന്ദി പറയുക. അതുപോലെ തന്നെ അവിടെ പങ്കെടുക്കാൻ വന്ന ഓഡിയൻസിൻ്റെ പേരിലൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് അത് ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഇത്രയും ആണ് എൻ്റെ ഒരു ആങ്കറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്. നെക്സ്റ്റ് നല്ലൊരു സ്റ്റേജ് ആങ്കറിങ് ആണെന്നുണ്ടെങ്കിൽ അതിനെന്തൊക്കെ ടിപ്സുകളാണ്? ഫസ്റ്റ് പ്രിപ്പറേഷൻ. അതായത് ഇന്നത്തെ പരിപാടിൻ്റെ ഷെഡ്യൂൾ എങ്ങനെയൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ആരൊക്കെയാണ് അതിൽ വരുന്നത് അവരെക്കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട്സും ഫീച്ചേഴ്സൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ എന്ത് ടോപ്പിക് സംസാരിക്കാൻ പോകുന്നത്, അതായത് എൻ്റർടൈൻമെൻ്റ് ആണോ അല്ലെങ്കിൽ ബിസിനസ് തരമായിട്ടുള്ള എന്തെങ്കിലും ആണോ, അങ്ങനെ ടോപ്പിക് അനുസരിച്ചിട്ട് അതിനനുസരിച്ച് വേണം ഓഡിയൻസിനോട് ഇൻട്രാക്ട് ചെയ്യാൻ. ദെൻ ഓപ്പണിങ് ദി ഇവൻറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവൻറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തൻ്റെ പേരും പറഞ്ഞ് ഓഡിയൻസിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ ഒരു ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അവിടെ വന്നിരിക്കുന്ന സ്പീക്കേഴ്സിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറയാം. ദെൻ മെയിൻറ്റെയിൻ ഫ്ലോ. അതായത് ഒരു കാര്യം പറഞ്ഞ് മറ്റൊരു കാര്യത്തിലോട്ട് പോകുമ്പോൾ ആ ഒരു ഫ്ലോ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ഇടയ്ക്ക് മുറിച്ച് പിന്നെയും പറയുക, അങ്ങനെ ഒരു കണ്ടിന്യൂഷൻ ഇല്ലാതാക്കരുത്. ദെൻ എൻഗേജ്മെൻറ്റ് വിത്ത് ദ ഓഡിയൻസുമായി ഒരു എൻഗേജ്മെൻറ്റ് ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കണം. ലൈക്ക് അവരോട് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടും അവർ പറയണത് കേട്ടുകൊണ്ടും അവർ കൈയടിക്കുമ്പോൾ പോസിറ്റീവായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടൊക്കെ ഒരു ഇൻട്രാക്ഷൻ
കാണിക്കണം. ദെൻ ഹാൻഡ്ലിങ് അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ്, അതായത് ഇപ്പോൾ ഈ ടൈം ഷെഡ്യൂളിൽ ജസ്റ്റ് ഒന്ന് സ്പീക്കേഴ്സ് വരാൻ വേണ്ടി നേരം വൈകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് ആങ്കർ എന്ത് ചെയ്യണം, ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കണം. ആ ഒരു സിറ്റുവേഷൻ അവിടെ ഹാൻഡിൽ ചെയ്യണം. അതായത് കഥകൾ പറഞ്ഞുകൊണ്ടും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഓഡിയൻസിനെ എൻകറേജ് അവരവിടെ ഹാൻഡിൽ ചെയ്ത് ഇരുത്തണം. ദെൻ ക്ലോസിങ് ദി ഇവൻറ്റ്. അങ്ങനെ ആ ഒരു പ്രോഗ്രാം അവസാനിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയുകയും അതുപോലെ തന്നെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടൊക്കെ ഇവൻ്റ് അവസാനിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജ് ആങ്കറിങ് ആവും. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് 1-to-1 കമ്മ്യൂണിക്കേഷൻ. അതായത് രണ്ട് വ്യക്തികൾ നേരിട്ട് പരസ്പരം സംസാരിക്കുന്ന ഒരു പ്രക്രിയയാണ് 1-to-1 കമ്മ്യൂണിക്കേഷൻ. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫീലിങ്സുകൾ ഷെയർ ചെയ്യുന്നു, ഇൻഫോർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നു. നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ കുറേ വ്യക്തികൾ ഒരുമിച്ചിരുന്നു കൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ടത്. അതിനേക്കാൾ കൂടുതൽ ഫലപ്രദം എന്ന് പറയുന്നത് ഈ ഒരു 1-to-1 കമ്മ്യൂണിക്കേഷൻ ആണ്. കാരണം രണ്ട് വ്യക്തികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരവും ഡീപ്പായിട്ടുള്ള ങ്ങളും ആശയങ്ങളും ഒക്കെ അവിടെ പങ്കുവെക്കുന്നു. ഒരു എക്സാമ്പിൾ രൂപേണ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അധ്യാപകനും ഒരു കുട്ടിയും മാത്രം കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. ഒരു കുട്ടി എക്സാമിൽ ഫെയിലായി, അപ്പോൾ ഈ ഒരു അധ്യാപകൻ ഈ ഒരു കുട്ടീനെ മാത്രം വിളിച്ചു വരുത്തിയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ ആ കുട്ടീൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നും ഒക്കെ ഈ ഒരു കുട്ടിക്ക് ഈ ഒരു അധ്യാപകനോട് തുറന്ന് പറയാൻ പറ്റും ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത്. മറ്റേ ഗ്രൂപ്പിൽ എന്ന് പറയുമ്പോൾ കുറേ വ്യക്തികളുണ്ടായതുകൊണ്ട് പല തോട്ടും ആ കുട്ടിക്ക് വരാം. അപ്പോൾ ഇതാണ് ഏറ്റവും ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. നെക്സ്റ്റ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്. അപ്പോൾ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ, അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ കമ്മ്യൂണിക്കേഷൻ പ്രക്രിയയാണ്. അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് അപ്രോച്ച്, അതായത് ഇപ്പോൾ ഒരു കാര്യം പറയുന്ന വ്യക്തിക്ക് അത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയാണെന്നും അയാളുടെ നേച്ചർ അനുസരിച്ചിട്ട് ഇയാളെ ടോണുകളും അതുപോലെ തന്നെ സംസാര രീതിയും മാറ്റാൻ പറ്റുന്നു. ദെൻ ഫീഡ്ബാക്ക് ലൂപ്പ്, അതായത് ഈ ഒരു വ്യക്തി എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് മനസ്സിലായിക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് നമുക്ക് അപ്പം തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാനും പറ്റും. ദെൻ നെക്സ്റ്റ് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി, അതായത് നമുക്ക് പ്രൈവസി ആയിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയാൻ ഏറ്റവും അനുയോജ്യമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ 1-to-1 കമ്മ്യൂണിക്കേഷനാണ്. ദെൻ ഇമോഷണൽ കണക്ഷൻസ്, അതായത് ഇമോഷണലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത്തരം രണ്ട് വ്യക്തികൾ മാത്രം നിൽക്കുന്ന സമയത്ത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. ഇതിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ്? ഒന്നാമത് ക്ലാരിറ്റി, അതായത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റിദ്ധാരണ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് മാറ്റാൻ പറ്റുന്നു. ദെൻ ട്രസ്റ്റ് ബിൽഡിങ്, അതായത് രണ്ട് വ്യക്തികൾ മാത്രമേ ഉള്ളൂ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യണത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിശ്വാസം ബിൽഡ് ചെയ്ത് വരുന്നു. നെക്സ്റ്റ് പോയിന്റ് എഫിഷ്യൻറ്റ് പ്രോബ്ലം സോൾവിങ്, അതായത് ഇപ്പോൾ ഒരു കാര്യം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം സോൾവിങ് ചെയ്യാം. കാരണം വേറെ ആരുടെയും അഭിപ്രായം അറിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് 2 പീപ്പിൾസ് ഓൺലി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ദെൻ പേഴ്സണൽ ഗ്രോത്ത്, ഉപദേശങ്ങളും മോട്ടിവേഷനും ഒക്കെ കിട്ടുന്ന വഴി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബെനഫിറ്റ് ആയി വരുന്നത്. ഈ ഒരു 1-to-1 കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി എഫക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ടിപ്പുകളുണ്ട്. ഫസ്റ്റ്, പ്രിപ്പയർ ഇൻ അഡ്വാൻസ്, അതായത് എന്തിൻ്റെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി അഡ്വാൻസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ദെൻ പ്രാക്ടീസ് ആക്റ്റീവ് ലിസണിങ്, അദ്ദേഹം എന്താണോ പറയണത് അത് നമ്മൾ ക്ലിയർ ആയിട്ട് നല്ല രീതിക്ക് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അയാളോട് നമ്മൾ ആക്റ്റീവ് ലിസണിങ് ചെയ്യുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇടയ്ക്ക് തലയാട്ടുക എന്നൊക്കെ, അങ്ങനത്തെ രീതിയിലുള്ള ഗസ്റ്റേഴ്സൊക്കെ യൂസ് ചെയ്യാം. ദെൻ എംപതി ആൻഡ് റെസ്പെക്റ്റ്, അതായത് അയാൾ പറയുന്ന കാര്യങ്ങളെ നമ്മൾ മാനിക്കണം, അതുപോലെ തന്നെ റെസ്പെക്റ്റ് കൊടുക്കും വേണം. ദെൻ ബി ക്ലിയർ ആൻഡ് കൺസൈസ്, അതായത് നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഒരിക്കലും ഇൻഡയറക്റ്റ് ആയിട്ട് വളഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊന്നും പറയരുത്, നേരെ ഡയറക്റ്റ് ആയിട്ട് കാര്യം പറയണം. അതുപോലെ തന്നെ ജാഗൺ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, അതായത് കടുകട്ട് വേർഡ്സ് യൂസ് ചെയ്യരുത്, സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് വേണം യൂസ് ചെയ്യാൻ. ദെൻ എൻകറേജ് ഓപ്പൺ ഡയലോഗ്, ഇതിനൊക്കെ ശേഷം എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചോദിക്കുക, ഫീഡ്ബാക്ക്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം, അങ്ങനത്തെ വല്ല ക്വസ്റ്റ്യൻസ് ഇട്ട് ചോദിക്കുക. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഒരു 1-to-1 കമ്മ്യൂണിക്കേഷൻ കൂടുതൽ എഫക്റ്റീവ് ആവും.
നെക്സ്റ്റ് ടോപ്പിക്കാണ് വൺ ടു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു വ്യക്തി ഒരു സമയം ഒരു കൂട്ടം വ്യക്തികളോട് സംസാരിക്കുന്ന രീതിയാണ് ഇത് വൺ ടു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അധ്യാപകൻ ഒരു കൂട്ടം വിദ്യാർത്ഥികളോട് സംസാരിക്കുന്നു. അതായത് ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഒരൊറ്റ വ്യക്തിയാണ്, പക്ഷെ അദ്ദേഹം സംസാരിക്കുന്നത് ഒരു കൂട്ടം വ്യക്തികളോടാണ്. അതിനെയാണ് എന്ത് വൺ ടു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ ഇവിടെ ഒരൊറ്റ സെൻറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഇവിടെ കമ്മ്യൂണിക്കേഷൻ പറയാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള വ്യക്തികളൊക്കെ എന്തായിരിക്കും, അത് കേട്ട് നിൽക്കുന്നവരായിരിക്കും. ദെൻ സ്ട്രക്ചർ ഡെലിവറി, അതായത് ഒരു സ്ട്രക്ചർ ഫോർമുലായിരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. ദെൻ ഫീഡ്ബാക്ക് പോസിബിലിറ്റീസ്, അതായത് ഈ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കണോ എന്നുള്ളത് അവർ ക്വസ്റ്റിനെയർ രൂപേണയാണ് ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ കീ പോയിന്റ്സ്, അതായത് സക്സസ് ആവാനുള്ള കീ പോയിന്റ്സ്, ക്ലാരിറ്റി, അതായത് ക്ലാരിറ്റിയോട് കൂടി വേണം നമ്മൾ ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കാൻ. പിന്നെ ഓഡിയൻസിൻ്റെ എൻഗേജ്മെൻറ്റ് നമ്മളിലായിരിക്കണം. അതുപോലെ തന്നെ റെലവൻസ്, പിന്നെ അവരുടെ ഇൻട്രാക്ഷൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കോട് കൂടി ഈ ഒരു മൊഡ്യൂൾ ഫിനിഷ് ആവാണ്. അപ്പോൾ ബിസിനസ് കമ്മ്യൂണിക്കേഷനിലെ 5 മൊഡ്യൂൾസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.